അങ്ങനെ ഇയാൾ ഒഴിപ്പിക്കുന്ന ജിന്നാള് ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഓരോ ഒബ്ജക്റ്റിന്റെ ഉള്ളിലാക്കിയാണ്ട് ലോക്ക് ചെയ്ത് വെക്കും. ആ ജിന്നാളുടെ ഫുൾ കൺട്രോൾ ഇയാൾക്കാണ് ഉണ്ടാവുക. ഇത് 20 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. 20 വർഷം മുന്നെയാണ് ഈ ഉപ്പ മരിച്ചു പോകുന്നത്. ഇയാൾ മരിച്ച് ഇത്രയും ഇയേഴ്സ് ആയപ്പോൾ ഈ ജിന്നാൾക്ക് അവരുടെ മേലുള്ള കൺട്രോൾ പോകും. അവർക്ക് ഈ ലോക്ക് പൊട്ടിച്ച് പുറത്തേക്ക് പോരാൻ പറ്റും. അങ്ങനെ ഇത്രയും വർഷമായപ്പോൾ ആ വീട്ടിലുള്ള ജിന്നാളെല്ലാം റിലീസായി. ആ ജിന്നുകളാണ് ഈ ഏരിയയിലുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. പക്ഷെ അനുവിന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണങ്ങൾ ഇതല്ല. അപ്പൊ അനുറ്റും താമസിക്കുന്ന വീട്ടിൽ മുന്നേ താമസിച്ചിരുന്ന ഉപ്പ ഇങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞില്ലേ, ആ ഉപ്പാക്ക് ആരോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഇയാളെ ബ്ലോക്ക് വന്ന് മരിച്ചത്. ആ ബ്ലാക്ക് മാജിക്കിൽ ജിന്ന് ഇപ്പോഴും ആ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഉപ്പാക്കും ഇതേ പ്രശ്നങ്ങൾ വരുന്നത്. ഇവരിപ്പോ ഇതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഉപ്പി അതേപോലെ തന്നെ മരിക്കും എന്നുള്ളത് ഇയാൾ പറഞ്ഞു. അനുവിന്റെ ഉപ്പാക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും അനു ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഹോസ്പിറ്റലിൽ അനു ആണ് ഉപ്പാന്റെ ഒപ്പം നിൽക്കുക. അങ്ങനെ ആ ഉപ്പാനെ പ്രൊട്ടക്ട് ചെയ്യണത് ഈ ജിന്നിന് പറ്റൂല. അതുകൊണ്ടാണ് അനുവിന്റെ കുട്ടീനെ അബോട്ടായി പോയത് എന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ ഈ ഒരു ബ്ലാക്ക് മാജിക് ജിന്നാണ് അനുവിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഈ ഏരിയയിൽ ബാക്കിയുള്ള ഒരു ഷാഡോ ഫിഗേഴ്സിനെ കാണുന്നതും അതുപോലെ സൗണ്ട് കേൾക്കുന്നതും ഒക്കെ മറ്റു ജിന്നാളതാണ് കേട്ടോ. ആ ജിന്നാൾക്ക് എന്തായാലും ഇത്രയും വർഷം ലോക്ക് ചെയ്തിന്റെ റിവെഞ്ച് ഉണ്ടാവും, അതുപോലെ ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഏരിയയിലുള്ള ആൾക്കാരെ ഇവർ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇവരുടെ വീട് കഴിഞ്ഞ് 3ാമത്തെ വീട്ടിലാണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളതെന്നുള്ളത്. ആ വീട് എന്ന് പറയുന്നത് ഈ ജിന്നാളെ ഒഴിപ്പിക്കുന്ന ഉപ്പാന്റെ മകന്റെ വീടാണ്. അവിടെ ഈ ഒരു ഉപ്പാന്റെ വൈഫ് അതുപോലെ മകനൊക്കെയാണ് ഉള്ളത്. ഇവരോട് ഇത്രയും കാലം ജിന്നാളെ ലോക്ക് ചെയ്തതിന്റെ ദേഷ്യം അവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇനി വരുന്ന വല്ല കുട്ടികളും ഇതേപോലെ ഇവരുടെ ഉപ്പാനെ പോലെ ജിന്നാളെ ഒഴിപ്പിക്കുവോ, ഇവരെ ലോക്ക് ചെയ്യോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീട്ടിലുള്ള ആൾക്കാർ ഇവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത്. ആ വീട്ടിൽ വല്ല കല്യാണം അതുപോലെ അവർക്ക് കുട്ടികൾ ഉണ്ടാവാന്നുണ്ടെങ്കിലൊക്കെ അവര് വലുതായാലും ഇവരെ ലോക്ക് ചെയ്യും, ഇവരുടെ ഉപ്പാനെ പോലെ തന്നെ ലോക്ക് ചെയ്യും എന്ന് പേടിച്ചിട്ട് ഈ കുട്ടികളെ ഇവർ ഇല്ലാണ്ടാക്കും. ഇത്രയും കേട്ടപ്പോൾ തന്നെ അനു എന്നുണ്ടെങ്കിലും അനുവിന്റെ ഫാമിലി എന്നുണ്ടെങ്കിലും ഭയങ്കര ഷോക്കായി പോയി. ഇവർക്ക് ഇനി ഇത് എന്താ ചെയ്യേണ്ടത്, ഇതിനെന്താ പരിഹാരം എന്നുള്ളത് ഒരു ചോദിച്ച്. അപ്പൊ ഇയാൾ പറഞ്ഞത് ഇതിന് ചെറിയ രീതിക്ക് നമ്മൾ എന്തെങ്കിലും റിച്വൽസ് ചെയ്തിട്ടുള്ള പരിഹാരമില്ല, ഈ ഏരിയയിലുള്ള വീടുകളെല്ലാം പൊളിക്കേണ്ടി വരും, എന്നിട്ട് ഈ ജിന്നാൾക്ക് പോക്കുവരവിനുള്ള സ്ഥലം ഒഴിച്ചിടുക എന്ന് പറയും. അങ്ങനെ സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷം പിന്നെ വീടുകൾ കയറ്റിനായിട്ട് ഇവിടെ നിന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് പോകാനും പറ്റൂല, ഇവർ ഇതിന്റെ ഉള്ളിൽ ലോക്കാണ്. അപ്പൊ എന്തായാലും ഇവിടെയുള്ള ആൾക്കാർ ഇവർ ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. എന്റെ ഈ ഉസ്താദ് തന്നെ അനുവിന്റെ ഫാമിലിനോട് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞേ. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ എന്ത് റിച്വൽസ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഇവർ വീട് മാറിയാലേ ഉള്ളൂ. ഓൾറെഡി ഉപ്പാനെ ഇത് ബാധിച്ചിരിക്കുന്നു, അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇവർ വീട് മാറിയാലുള്ളൂ പറ്റുമെന്ന് പറഞ്ഞു. ഇവർ വീട് മാറി ഇതിന്റെ ബാക്കി റിച്വൽസ് ഒക്കെ ഉസ്താദ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ബ്ലാക്ക് മാജിക് ഒഴിവായത്. ഇപ്പൊ അനുവിന്റെ ഫാമിലിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഫിനാൻഷ്യലി കഴിയുന്നതുകൊണ്ടാണ് അവർക്ക് വീട് മാറാൻ കഴിഞ്ഞത്. പുതിയ വീട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്തതോടെ അവരുടെ ലൈഫ് എല്ലാം റെഡിയായി. അനുവിന്റെ ഫാമിലിനെ പോലെ വീട് മാറാൻ ഫിനാൻഷ്യലി കഴിയുന്നവരൊക്കെ ആ ടൈമിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് വീട് മാറിപ്പോയി. എല്ലാവർക്കും ഇതുപോലെ വീട് മാറാനൊന്നും കഴിഞ്ഞോളണമെന്നില്ലല്ലോ. ഫിനാൻഷ്യലി നമുക്ക് വേറൊരു വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞോളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ ഇപ്പോഴും വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. അനുവിന്റെ ഫാമിലിയിൽ നോക്കിയാൽ അവർക്കൊരു പ്രോപ്പർ എൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഏരിയയിലുള്ള പല ആളുടെയും ലൈഫിൽ ഈ ഒരു സ്റ്റോറി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഏരിയയിൽ താമസിക്കുന്നവർ പല ഫിഗേഴ്സിനെ കാണുന്നുണ്ട്, അതേപോലെ സൗണ്ട് ആൾ കേൾക്കുന്നുണ്ട്, പലരെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും വീട് മാറുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തവർ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് സ്റ്റോറി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് പറയണേ. ഇനി അടുത്തത് ഒരു ഹോസ്റ്റൽ ഹൊറർ സ്റ്റോറി പറഞ്ഞുതരാം.